എന്റെ ഉമ്മയെ പോലെയാണ് കേട്ടാ. ഹലോ, അപ്പോ ഇന്ന് ഒരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ആ മോൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ രാവിലെ ഉറക്കം എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ചേച്ചിക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഓർഡർ അവിടെ നിന്ന് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഇനി അവിടെ പോയി ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് ആ മോൾക്ക് സർപ്രൈസ് കൊടുക്കാം. എന്തായാലും അവര് ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം, ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് മോളെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ആ കുഞ്ഞു മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിരുന്ന ഗിഫ്റ്റും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ ചേച്ചി ആണെങ്കിൽ രാവിലെ ഉറക്കമില്ലാതൊക്കെ എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ബർത്ത്ഡേ ഫംഗ്ഷന് മാത്രമല്ല, എന്തിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും? എൻഗേജ്മെന്റ്, വെഡിങ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ. ബർത്ത്ഡേ ഫംഗ്ഷൻ മാത്രമല്ല, എൻഗേജ്മെന്റ്, വെഡിങ്, ഹൗസ് വാർമിംഗ്, ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ ആയാൽ പോലും നിങ്ങൾ പറയുന്ന മോഡൽ, നിങ്ങൾ പറയുന്ന